ഫുർഖാൻ നമ്മുടെ കയ്യിലുണ്ട്, ഖുറാൻ, ദ ഗ്ലോറിയസ് ഖുറാൻ. അത് നമ്മൾ നോക്കണം, ഞാൻ ചെയ്യുന്നത് തെറ്റാണോ. ഇതിൽ ഏറ്റവും കൂടുതൽ വന്ന ഒരു ചോദ്യമാണ് മ്യൂസിക്കിനെ സംബന്ധിച്ച്. എൻ്റെ അടുത്ത ക്വസ്റ്റ്യൻ അതാണ്. ഇത് ഒരുമിച്ച് പറയാനെ കുറിച്ച്. ഇപ്പൊ ഖുറാനിൽ തന്നെ സൂറത്തുൽ ഇസ്ര വേഴ്സ് 64 സുബ്ഹാന, അവന്റെ സ്വരം കൊണ്ട് നിങ്ങളെ വഴിതെറ്റിക്കുമെന്നാണ് പറയുന്നത്. ഷെയ്ത്താൻ, ഇബ്ലീസ്, അവന്റെ സ്വരം കൊണ്ട് നിങ്ങൾ വഴിതെറ്റിക്കും. നിങ്ങൾ ആ ഏതെങ്കിലും ഒരു സിനിമാ പാട്ട് എടുത്തിട്ട് അതിന്റെ ലിറിക്സ് പള്ളിയിനുള്ളിൽ നിന്ന് പാടാൻ ധൈര്യമുണ്ടോ? ആർക്കെങ്കിലും പാടാൻ ധൈര്യമുണ്ടോ? കഴിയില്ല. നിങ്ങൾ അതിന്റെ വേർഡ്സ് അത്ര വൃത്തികെട്ടാണ്. ഏത് പാട്ട്, സിനിമാ പാട്ടാണെങ്കിലും ശരി, മാപ്പിള പാട്ടാണെങ്കിലും ശരി, ഏത് പാട്ടാണെങ്കിലും ശരി, ഇതൊക്കെ അണിയാറ പാട്ടുകളാണ്. ഈ മാപ്പിള പാട്ട് അതൊന്നും നമുക്ക് മുസ്ലിംക്ക് പറ്റിയതല്ല. അള്ളാഹു പറഞ്ഞു. എന്റെ ഹൃദയം ഓരോ TV ഷോണ് കാണുമ്പോൾ എന്റെ തൊലി ഉരിഞ്ഞു പോയിട്ടുണ്ട്. നമ്മുടെ മുസ്ലിം പെൺകുട്ടികൾ ഇങ്ങനെ പോയി നിൽക്കണോ, ഇവർക്ക് എന്ത് മതം അറിയാന്ന് ഞാൻ ആലോചിച്ചു പോയിട്ടുണ്ട്. ഞാൻ പലരോടും ചോദിക്കുന്ന എനിക്ക് ഇവർക്ക് ആരാണ് ഇങ്ങനെ ഇത്രമായ ന്യായമായ രീതിയിൽ ഇതിനൊക്കെ വളം വെച്ച് കൊടുക്കുന്നത്? ഹറാമാണ്, ഹറാം. നമ്മൾ എന്താണ്, നിങ്ങളുടെ ഒരു ഐഫോൺ, നിങ്ങളുടെ ഒരു ഫോൺ ഉണ്ട്, അതിൽ എത്ര GB ഉണ്ട്? 1 GB അല്ലെങ്കിൽ 16 GB. അതിൻ്റെ അകത്ത് മുഴുവൻ ആവശ്യമില്ലാത്ത സാധനങ്ങൾ നിങ്ങൾ ഡിലീറ്റ് ചെയ്യില്ലേ? കഴിയും. പക്ഷെ നമ്മുടെ ഈ ഒരു ദിവസം മ്യൂസിക് ഉള്ളിൽ കയറി കഴിഞ്ഞാലുണ്ടല്ലോ, അത് ഡിലീറ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചിലപ്പോൾ മലക്കൽ മൗത്ത് വരുമ്പോഴത്തേക്കും പാടും, പൂമാനമെന്ന് പാടേണ്ടി വരും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പാട്ട് പറഞ്ഞു. നിങ്ങളുടെ പുതിയ കാലത്തെ പാട്ടുകളൊന്നും അറിയില്ല. ഞാൻ ഭയങ്കര പാട്ടിന്റെ അഡിക്റ്റ് ആയിരുന്നു, കൃഷ്ണനായിരുന്നപ്പോൾ. എൻ്റെ ഒരു കബോർഡ് മുഴുവൻ മ്യൂസിക് ഉണ്ടായിരുന്നു. അതുപോലെ കസ്റ്റമൈസ് കെൻവുഡ് സിസ്റ്റം, നിങ്ങൾക്കറിയാം, കസ്റ്റമൈസ് കെൻവുഡ് സിസ്റ്റം വിത്ത് ഇതുപോലത്തെ ബോക്സ്, അതുപോലത്തെ വെച്ചിട്ട് പാട്ട് മാറും. അതാണ്, അത്ര അഡിക്റ്റ് ആയിരുന്നു ഞാൻ മ്യൂസിക്. എന്റെ കാർ ഓൺ ആക്കുന്നതിന് മുന്നേ മ്യൂസിക് സിസ്റ്റത്തിൽ ടും സ്റ്റാർട്ട് തുടങ്ങും. അത്ര വലിയ സിസ്റ്റമായിരുന്നു. ഞാൻ അതൊക്കെ ഒഴിവാക്കി. എന്തുകൊണ്ടാണ്? എന്റെ റബ്ബിന്റെ മാർഗത്തിൽ ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് തെരഞ്ഞെടുത്തു. നിങ്ങൾ ഏതൊരു മുസ്ലിമിനോട് ചോദിക്കുക, ആരാണ് അള്ളാഹ്? അവർ പറയും മുസ്ലിങ്ങളുടെ ദൈവം. ആരാണ് നബി? അവർ പറയും മുസ്ലിങ്ങളുടെ പ്രവാചകൻ. എന്താണ് ഖുറാൻ? അത് മുസ്ലിങ്ങളുടെ ബുക്ക്. അവരതിൽ വിശ്വസിക്കുന്നുണ്ടോ? അതനുസരിക്കുന്നുണ്ടോ? ഇല്ല. നമ്മളങ്ങനെ ആവോ? നമ്മൾ തമ്മിൽ വ്യത്യാസം ഉണ്ടായിരിക്കണം. നമ്മളത് അനുസരിക്കണം, എങ്കിലാണ് നമ്മൾ മുസ്ലിം ആവുള്ളൂ. ഫോർ എക്സാമ്പിൾ, ഇവിടെ പലർക്കും ഈ ടാഗ് ഉണ്ട് അല്ലേ? അവരൊരു ജോലി ഏൽപ്പിച്ചേക്കുക. ഇവിടെ എല്ലാവർക്കും ഓരോ ജോലികൾ ഏൽപ്പിച്ചേക്കുക. നിങ്ങൾ ഈ ടാഗ് ഉണ്ടോ? ഇല്ല. പക്ഷെ നിങ്ങൾക്ക് വേറൊരു ടാഗ് ഉള്ളതുണ്ട്, ടാഗ് മുസ്ലിം, ദ ബിഗസ്റ്റ് ബ്രാൻഡ് അണ്ടർ ദ സ്കൈ അണ്ടർ ദ യൂണിവേഴ്സ്. ഈ ലോകത്തുള്ളതിൽ ഏറ്റവും വലിയ നല്ല ബ്രാൻഡ് മുസ്ലിം. അള്ളാഹുവിനെ അനുസരിക്കുന്നവനാണ്. അതാ ഏറ്റവും വലിയ ബ്രാൻഡ് മുസ്ലിം. യു ആർ നോട്ട് ബ്രാൻഡഡ് ഇറ്റ്. നിങ്ങൾ ബാർബർ ഷോപ്പിൽ പോയിട്ട് ചോദിക്കും, ഇന്നത്തെ സ്റ്റൈൽ ഏതാ ചേട്ടാ? ആ സ്റ്റൈലിലങ്ങ് വെട്ടിക്കാൻ മുടി. അല്ലെങ്കിൽ അവിടെ ചെന്നിട്ട് ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ഡ്രസ്സ് ഏതാ? അതെന്താ? മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മുടി വെട്ടുന്നവരെ എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ വെട്ടി ഇങ്ങനെ പറ്റ വെട്ടിയിട്ട് മോളിൽ ഇങ്ങനെ നിർത്തിരുന്ന മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് വായിച്ചിട്ടുണ്ട്. ഇന്ന് ഫാഷനാണത്. എവിടുന്ന് കിട്ടി? ഫേസ്ബുക്കിൽ. എവിടുന്ന് കിട്ടി? ബാർബർ ഷോപ്പിൽ. അതാണ്. അങ്ങനെ ആവാൻ പാടില്ല സഹോദരങ്ങളെ. എൻറ്റർ ഇസ്ലാം കംപ്ലീറ്റ്ലി. നിങ്ങൾ ഇസ്ലാം പൂർണ്ണമായി സ്വീകരിക്കുക. സൂറത്തിൽ മാഇദ വേഴ്സ് 15 ആണെന്ന് തോന്നുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് യഹൂദരും നസാറകൾക്ക് അല്ലാഹ് കൃത്യമായ ക്രൈറ്റീരിയ കൊടുത്തു. പക്ഷെ അതിൽ അവർക്ക് ആവശ്യമുള്ളവരെടുത്തു, ആവശ്യമില്ലാത്ത കളഞ്ഞു. അപ്പൊ അവരെ അള്ളാഹ് ശപിച്ചിരിക്കുന്നു. ഞങ്ങൾക്ക് അതുകൊണ്ട് കൃത്യമായിട്ടൊരു വ്യക്തമായ തെളിവുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ അവരോട് ഉത്ബോധിപ്പിക്കുകയാണ്. അപ്പൊ നമുക്ക് ആവശ്യമുള്ളത് എടുക്കാനും ആവശ്യമില്ലാതെ എടുക്കാൻ അങ്ങനെയുള്ളതല്ല നമ്മുടെ ഇസ്ലാം മതം. നമ്മുടെ ഇസ്ലാം മതം ഈസ് എ കംപ്ലീറ്റ് പാക്കേജ്. എഴുന്നേൽക്കുമ്പോൾ തൊട്ട് കിടക്കുന്ന വരെ രാത്രി എന്താണ്? അതാണ് ഇസ്ലാം. നമ്മൾ വലത്ത് കാലത്ത് ചേർപ്പിടുന്നു, വലത്ത് കാലത്ത് സോക്സ് ഇടുന്നു, വലത്ത് കണ്ട് കുടിക്കുന്നു. ഏത് മതത്തിലാണ് പഠിപ്പിക്കുന്നത്? നമ്മുടെ മതത്തിൽ മാത്രമേ ഉള്ളൂ. കാരണം നമുക്ക് അത്രയുള്ള മുത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉറക്കത്ത് പറ, സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ നിങ്ങൾ കൺഫ്യൂസ്? എന്താ മടി? നിങ്ങൾ നബി സല്ലല്ലാഹു സ്നേഹിക്കുന്നവരാണ്. നമ്മൾ സലാത്ത് ചെയ്യുന്നവരാണ്. ഇതാണ് സലാത്ത് ചെല്ലേണ്ട രീതി. സല്ലല്ലാഹു അലൈഹി വസല്ലം. ധൈര്യമായിട്ട് പറ. അതാണ് നമുക്ക് വേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹം നമ്മൾ ജീവിതത്തിൽ കാണിക്കണം. എന്നോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആചരിക്കുന്നത് എന്താണ്? താടി നീട്ടുക, മീശ വെട്ടിച്ചൊരുക്കുക. എന്നെ ക്രിസ്തുമതത്തിൽ എനിക്ക് അങ്ങനെ ഒരു നിയമമില്ലായിരുന്നു. ക്രിസ്തുമതത്തിൽ അങ്ങനെ ഒന്നുമില്ല. പക്ഷെ ഞാൻ യേശുവിനെ നോക്കിയപ്പം യേശു മുസ്ലിമിനെ പോലെ. യേശുവിന് താടിയുണ്ട്, പക്ഷെ അച്ഛന്മാർക്ക് താടിയില്ല. കന്യാസ്ത്രീ നോക്ക്, കന്യാസ്ത്രീക്ക് ഹിജാബുണ്ട്, പക്ഷെ നമ്മുടെ സാധാരണ പെണ്ണുങ്ങൾക്ക് അവർക്കൊന്നും ഇതില്ല. അപ്പൊ ഇത് മനസ്സിലായി, ഇതൊക്കെ കുഴപ്പമുണ്ടായി. അങ്ങനെയൊക്കെയാണ് ഞാൻ ഇൻഷാ അല്ലാഹ് ഞാൻ അടുത്ത എന്റെ ടോക്കിലോട്ട് ഞാൻ വരാം. അന്നേരം ഞാൻ അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പോയിന്റിൽ പറയാം, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകം സൃഷ്ടിച്ചപ്പോൾ എല്ലാം ലോഹ മഹ്ഫൂസിൽ എഴുതി വെച്ചിട്ടുണ്ട്.
ഒരു എല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അന്ന് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ എന്ത് ചെയ്യും ചെയ്യില്ല, എല്ലാം അള്ളാഹിന് ഇൽമുണ്ട്. ആലിമൽ ഗൈബാണ്, അള്ളാഹ് എല്ലാം അറിയുന്നതാണ്, അള്ളാഹ് എല്ലാം അറിയുന്നതാണ് എന്ന് വിചാരിച്ച് അള്ളാഹിന്റെ അനുമതിയോടെ നമ്മൾ തെറ്റ് ചെയ്യുന്നതെന്നല്ല അതിന്റെ അർത്ഥം. അള്ളാഹുവിന്റെ തെറ്റുകൾ നമ്മൾ ഉത്തരവാദിയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, നിങ്ങളെ ഒരു തിന്മ വരുന്നത് നിങ്ങളുടെ തിന്മ കൊണ്ടാണ്, ഞാൻ നിങ്ങൾക്ക് നന്മ മാത്രം ഉദ്ദേശിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഓരോ മനുഷ്യനും നന്മയും തിന്മയും സൃഷ്ടിക്കുന്നു. ഇപ്പൊ നിങ്ങളിപ്പോ അധികം പേരും സെക്കൻഡ് PU അല്ല PDC ഫസ്റ്റ് PDC റൈറ്റ് അല്ലേ? അപ്പൊ നിങ്ങൾ സെക്കൻഡ് PDC എക്സാം എഴുതുന്നത് എന്തിനാ ശരിക്കും? എല്ലാരും പഠിച്ചിട്ട് ടീച്ചർ പറയും ഇവരെല്ലാം പാസ്സാവും.